നന്മ 24ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓണമാണ്. എൻ്റെ തൊട്ട് പിന്നിൽ കണ്ടാൽ ഞാൻ ഇപ്പോൾ കേരളത്തിലല്ല എന്ന് തോന്നും. പക്ഷേ ഞാൻ IT നഗരമായിട്ടുള്ള തൃക്കാക്കരയിലാണ്. ഇതുപോലെയുള്ള എൻ്റെ ഈ പുറകിൽ കാണുന്ന വിഷ്വൽസ് കാണണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെയാണ് പോയാൽ കാണാൻ സാധിക്കുക. ഇത് IT നഗരത്തിൽ ഇതുപോലെ ഒരു പൂപ്പാടം സൃഷ്ടിച്ചിരിക്കുകയാണ് കർഷകനായ വിജയൻ. മനസ്സിൽ കുളിരേകുന്ന ഈ ഒരു കാഴ്ച കാണാൻ നിരവധി ആളുകൾ ദിനം പ്രതി ഇവിടെ എത്തുന്നു. അതുകൂടാതെ ഫോട്ടോഷൂട്ടിനുമായും ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തി ഇതിൻ്റെ കാഴ്ചകൾ കണ്ടു. വിജയനെക്കുറിച്ചും വിജയൻ്റെ ഈ മേന്മയുള്ള ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നന്മ 24നോട് പ്രതികരിച്ചത് ഇങ്ങനെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തൃക്കാക്കരയിൽ പൂക്കളുടെ വസന്തം തീർത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കർഷകനായ വിജയൻ്റെ ബന്ദിപ്പൂൻ തോട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. പൂക്കളുടെ ഭംഗിയും ഒപ്പം ഇതിൻ്റെ ഗുണമേന്മയും മനസ്സിലാക്കാനായിട്ട് ഈ തോട്ടത്തിൽ നിരന്തരം കാണുന്ന ചിത്രശലഭങ്ങൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 6 വർഷക്കാലത്തോളമായി വിജയൻ പൂകൃഷിയിൽ തൃക്കാക്കരയിൽ സജീവമായിട്ടുണ്ട്. IT നഗരം എന്നറിയപ്പെടുന്ന തൃക്കാക്കരയിൽ ഇത്ര മനോഹരമായ ഒരു പൂന്തോട്ടം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് വിജയനാണ്. വിവിധ മേഖലകളിൽ നിന്ന് വളരെയധികം ആളുകൾ ദർശനത്തിനായും അതുപോലെ തന്നെ പൂക്കൾ വാങ്ങുന്നതിനായും ഇവിടെ ദിവസം തോറും എത്തുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ തൃക്കാക്കരയെ വർണ്ണ കാഴ്ചകൾ വിസ്മയിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിജയൻ. എന്തുകൊണ്ടും തൃക്കാക്കരക്കാർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയ കഴിഞ്ഞ കാലങ്ങളിൽ നൂതനമായ രീതിയിൽ, ഇപ്പോൾ ഈ വർഷം ജമന്തിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സൂര്യകാന്തിയായിരുന്നു. ഇതോടൊപ്പം തന്നെ വിജയൻ നെൽകൃഷിയും കരനെൽകൃഷിയും ചെയ്യുന്നു. അത് തന്നെ നമുക്ക് വളരെയേറെ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയത്തക്ക ഒരു പുതുമയാർന്ന സംവിധാനമാണ്. സന്ദർശകർക്ക് ഇവിടെ നിന്ന് പൂക്കൾ കട്ട് ചെയ്തെടുക്കാവുന്നതും അതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കി തന്നെ പൂക്കൾ ഇവിടുന്ന് വാങ്ങാവുന്നതും ആണ്. വർഷങ്ങളായിട്ട് നമ്മുടെ വിവിധ ഇനം കൃഷികളാൽ പരിചിതനായിട്ടുള്ള വിജയൻ വർഷങ്ങളായി തൃക്കാക്കരയിൽ കൃഷിയിൽ അഗ്രഗണ്യനായി നിൽക്കുന്ന വിജയൻ MLAയുടെ അവാർഡ് ഉൾപ്പെടെയുള്ള വിവിധ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെയാണ് നമുക്ക് ഓണത്തിൻ്റെ ഒരു തുടക്കം തരുന്നത്. അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിജയൻ. വിജയൻ്റെ ഒരു പരമ്പരാഗതമായിട്ട് തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലാണ് 6-7 വർഷമായിട്ട് തന്നെ അദ്ദേഹം പൂക്കൃഷിയിൽ ഇവിടെ വ്യാപൃതനാണ്. കൃഷിഭവനിൽ വരുന്ന വിവിധ ഇനം ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികളിൽ വിജയൻ അംഗമാണ്. ഒപ്പം ജനകീയാസൂത്രണ പദ്ധതികളിലും വിജയൻ അംഗമായി ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. ഇത്തവണ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹൈബ്രിഡ് ബന്ദി തൈകളാണ് വിജയന് കൃഷിക്കായി നൽകിയിരിക്കുന്നത്. വളരെയധികം മനോഹരവും ഒപ്പം വലിയ സൈസിലുള്ളതുമാണ് ഈ പൂക്കൾ. ഇതിൻ്റെ തനതായ മണവും അതുപോലെ ഇതിൻ്റെ ഭംഗിയും ഇവിടെ വരുന്നവർക്ക് ആസ്വദിക്കാനാവുന്നതും ഒപ്പം വിലയിൽ, അതായത് വലിയ വിലയില്ലാതെ അത് വാങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൂക്കൃഷി മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റ് കൃഷികളും ജൈവ രീതിയിലുള്ള കൃഷികളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് തൃക്കാക്കരെ മറ്റു പല നഗരവൽക്കരണമായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു യുവ കർഷകനാണ് നമ്മുടെ വിജയൻ. അത് നമുക്ക് വലിയൊരു അഭിമാനം. നമുക്ക് കേരളക്കരയാകെ കൃഷി പല യുവജനങ്ങളും മാറി നിൽക്കുന്ന ഈ സമയത്ത് അതിനെയൊക്കെ കടന്നു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥരും മറ്റ് നാട്ടുകാർക്കുമെല്ലാം വളരെ ബഹുമാന്യനായ ഒരു വ്യക്തിയായിട്ട് നമ്മുടെ വിജയൻ മാറുകയാണ്. പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ വിജയൻ കൈവരിച്ച നേട്ടങ്ങൾ ജില്ലാതലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന നിലവാരത്തിൽ പോലും ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ഈ പൂന്തോട്ടങ്ങളെയും കൃഷികളെയും പരിപാലിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വിജയൻ വലിയ ലാഭങ്ങളോ അതല്ലെങ്കിൽ വലിയ നേട്ടങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു ഉത്തമ യുവ കർഷകനായി വളർന്നു വരുന്ന വിജയന് എല്ലാവിധ ആശംസകളും. ഈ പ്രാവശ്യം മഴ പ്രതികൂലമായതുകൊണ്ട് നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എങ്കിലും നിരവധി ആൾക്കാർ വന്നത് നമ്മൾ വീക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സന്തോഷമുണ്ട്. കൈതോല പായ വിരിച്ചു, പായേലൊരു വറു വീരിച്ചു, കാതുകുത്താൻ എപ്പ വരും എൻ്റെ മവന്മാരു പൊന്നേ,
കാതുകുത്താൻ എപ്പവരും എൻ്റെ മാവന്മാരു പൊന്നേ ആ ഏ ഓ